ഈ വിലയിലും സ്വർണം എങ്ങനെ ഈസിയായി വാങ്ങാം? സ്വർണം എങ്ങനെ വിലയേറിപ്പോയാൽ എങ്ങനെ വാങ്ങാൻ സാധിക്കും? നമ്മൾ ഭാരതീയരെ അപേക്ഷിച്ച് സ്വർണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരവുമായി വളരെ ഇഴചേർന്നുള്ളൊരു ലോഹമാണ്. നമ്മുടെ ഏത് വിശിഷ്ട സന്ദർഭങ്ങളിലും ഈ മഞ്ഞലോഹത്തിൻ്റെ സാന്നിധ്യമില്ലാതെ കടന്നു പോകുകയില്ല. ഒരു കുഞ്ഞ് പിറന്നു വീഴുന്നത് മുതൽ ഏറ്റവും അനുഗ്രഹീത നിമിഷവുമായ വിവാഹം വരെയുള്ള ജീവിതത്തിലെ എല്ലാ ശുഭമുഹൂർത്തങ്ങളിലും തങ്കശോഭ നൽകാൻ സ്വർണം കൂടിയേ തീരൂ. സ്വർണം ഇത്ര വിലയേറിയ വസ്തുവാണെങ്കിലും സ്വർണമില്ലാതെ ഈ സാഹചര്യങ്ങളിൽ നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി കഴിയുകയില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ സ്വർണം ഈസിയായി വാങ്ങുന്നതിനായി ഒരുപാട് സ്കീമുകൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് സ്കീമുകളെ പരിചയപ്പെടുത്തുന്നതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. LMTന് വേണ്ടി ഞാൻ ജോഡിൻ. ഗോൾഡ് വാങ്ങുന്നതിന് വേണ്ടി ഗവൺമെൻറ് ബോണ്ടുകൾ, ETF-കൾ, ഡിജിറ്റൽ ഗോൾഡ്, മ്യൂച്വൽ ഫണ്ടുകൾ, ജ്വല്ലറി സേവിംഗ് സ്കീമുകൾ തുടങ്ങിയ ഒരുപാട് വഴികൾ ഉണ്ടെങ്കിലും ആഭരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വസ്തയുള്ള ഏതെങ്കിലും ഗോൾഡ് ജ്വല്ലറിയെ സമീപിക്കുന്നതായിരിക്കും നന്നാവുക. ഗോൾഡ് ജ്വല്ലറികളിൽ പല വിധത്തിലുള്ള സ്കീമുകൾ മുഖേന ഗോൾഡ് വാങ്ങാൻ സാധിക്കും. എങ്കിലും ഞാൻ നിങ്ങൾക്കായി പ്രിഫർ ചെയ്യുന്നത് ഈ 2 സ്കീമുകളാണ്. സ്കീം 1, നമ്മൾ അടയ്ക്കുന്ന പണം പണമായി തന്നെ സ്വീകരിച്ച് ഡെപ്പോസിറ്റ് എടുക്കുന്ന രീതി. ഇത്തരത്തിലുള്ള സ്കീമുകൾക്ക് ഇൻട്രസ്റ്റ് ആഡ് ആവുകയാണ് ചെയ്യുക. സ്കീം 2, നമ്മൾ അടയ്ക്കുന്ന പണം അതാത് ദിവസത്തെ ഗോൾഡ് റേറ്റിനനുസരിച്ച് എത്ര തൂക്കം വരുമെന്ന് കണക്കാക്കി ഡെപ്പോസിറ്റായി എടുക്കുന്ന രീതി. ഇങ്ങനെയുള്ള സ്കീമുകൾ ക്ലോസ് ചെയ്യുമ്പോൾ ആഭരണത്തിന് വരുന്ന പണിക്കൂലിയിലും ഇളവ് ലഭിക്കാറുണ്ട്. സ്കീം 1 നമ്മൾ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ചൂസ് ചെയ്യണം? സ്കീം 1 ഡീറ്റെയിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈ ഇൻട്രസ്റ്റ് നൽകുന്ന സ്കീമാണെന്ന് മനസ്സിലാക്കാം. ഒട്ടുമിക്ക ജ്വല്ലറികളിലും ഇങ്ങനെയുള്ള സ്കീമുകൾക്ക് 1 മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ജ്വല്ലറി പേ ചെയ്ത് കൊടുക്കാറുണ്ട്. 1 ഇയറിൽ ക്ലോസ് ആകുന്ന സ്കീമുകളായതുകൊണ്ട് 1 മന്ത് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ 13% മുകളിൽ ഇൻട്രസ്റ്റ് ലഭിക്കും. ഇത്രയും ഇൻട്രസ്റ്റ് മറ്റൊരു ഡെപ്പോസിറ്റിലും നമുക്ക് ലഭിക്കുകയില്ല. ഗോൾഡ് റേറ്റ് ഡൗൺ ആകുന്ന സമയങ്ങളിലും ഗോൾഡ് കോയിൻ, പണിക്കൂലി കുറവുള്ള ആഭരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഈ സ്കീമാണ് ഉചിതം. ഇനി സ്കീം 2നെ കുറിച്ച് പറയാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അടയ്ക്കുന്ന പണം പണമായി അല്ലാതെ ഗോൾഡായി സേവ് ആകുന്ന രീതി, അതാണ് സ്കീം 2. കുറച്ചും കൂടി ഈസിയായി പറയുകയാണെങ്കിൽ ഓരോ മാസവും നമ്മുടെ കയ്യിൽ വരുന്ന പണം കൊടുത്ത് ഗോൾഡ് വാങ്ങുന്നത് പോലെയാണെന്ന് പറയാം. സ്കീം 1 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സ്കീം 2 ആണ് കുറച്ച് നന്നായിരിക്കുക. എന്തുകൊണ്ടെന്നാൽ നമ്പർ 1, ഗോൾഡ് റേറ്റ് കുറയുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത കൂടുന്നതിനാണ്. പിന്നെ മറ്റൊരു കാര്യം, സ്കീം 2 ക്യാഷ് ഗോൾഡായാണ് സേവ് ആകുന്നത്. എന്നാൽ സ്കീം 1 ക്യാഷായി തന്നെയാണ് സേവ് ആവുക. മൂന്നാമതൊരു കാര്യം പറയുകയാണെങ്കിൽ സ്കീം 2 മേക്കിംഗ് ചാർജ് ഏകദേശം 15 മുതൽ 16% വരെ കവറേജ് ലഭിക്കും. സ്കീം 1 7 to 8% മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പൊതുവായി നോക്കുകയാണെങ്കിൽ 2 സ്കീമുകളും ഷോർട്ട് ടൈം സ്കീമുകളാണ്. നേരിട്ട് ജ്വല്ലറി വാങ്ങുന്നതിന് പകരം ഇങ്ങനെയുള്ള സ്കീമുകൾ മുഖേന ജ്വല്ലറികൾ വാങ്ങുമ്പോൾ പണിക്കൂലി ഇനത്തിൽ വളരെ ലാഭം ലഭിക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നെക്സ്റ്റ് വീഡിയോയിൽ പറയും. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അറിയിക്കാം. ഗോൾഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ LMTL എന്ന അക്കൗണ്ട് ഫോളോ ചെയ്യുക. വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക.